السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وإذا وقع القول عليهم أخرجنا لهم دابة من الأرض تكلمهم أن الناس كانوا بآياتنا لا يوقنون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അന്ത്യനാളിന്റെ അടയാളങ്ങളായി സംഭവിക്കാനിരിക്കുന്ന ധാരാളക്കണക്കിന് ചെറുതും വലുതുമായ അടയാളങ്ങൾ ഇതിനകം അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ പരിമിതമായ അറിവിൽ ഒതുങ്ങി നിന്നുകൊണ്ട് വിശദീകരിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഏതാനും ചില കാര്യങ്ങൾ കൂടി ആ അടയാളങ്ങളായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമു നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യഅജൂജ് മഅജൂജിന്റെ നാശത്തിന് ശേഷം മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൃത്യമായ നിലക്കുള്ള നേതൃത്വത്തിലുള്ള ഇസ്ലാമികമായ ദഅവത്തും മുന്നേറ്റങ്ങളും ഒക്കെ നടന്നതിന്റെ ശേഷം മഹാനവറുകളുടെ വഫാത്തുണ്ടാകുമെന്നതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചത്. മുസ്ലിമീങ്ങൾക്ക് നിലനിന്നിരുന്ന ആ നല്ല രൂപത്തിലുള്ള അവസ്ഥ, ഇസ്ലാമികമായ ആ മുന്നേറ്റം, അത് പതുക്കെ പതുക്കെ അസ്തമിച്ചു തുടങ്ങുന്നതായിട്ടാണ് ഇനി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ മുന്നേറ്റത്തിന്, ഇസ്ലാമികമായ വളർച്ചയ്ക്ക് വിഘാതം സംഭവിക്കുമെന്നും ജനങ്ങൾ വീണ്ടും ളലാലത്തിലേക്ക്, മോശപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക്, അനാചാരങ്ങളിലേക്ക്, തോന്നിവാസങ്ങളിലേക്ക് പിന്നെയും ജനങ്ങൾ അതിശീഘ്രം കുതിച്ചു പാഞ്ഞുകൊണ്ട് സമൂഹം വളരെയേറെ ദുഷിക്കുന്ന ഒരവസ്ഥയായിരിക്കും അന്ത്യനാളിന്റെ തൊട്ട് മുമ്പായി സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ മുമ്പ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അന്ത്യനാളിന്റെ അലാമത്തുകൾ പറഞ്ഞപ്പോൾ അന്ന് തുടക്കത്തിലെ സൂചിപ്പിച്ചിട്ടുണ്ട്, സമൂഹം ദുഷിച്ചു പോകും. ഈ സമൂഹത്തിന്റെ വളരെയേറെ മോശകരമായ ഒരവസ്ഥയിലേക്ക് പോകുമെന്നും നന്മ സമൂഹത്തിൽ നിന്ന് എടുത്തു പോവുകയും തിന്മ പടർന്നു പിടിക്കുകയും
ദീനുൽ ഇസ്ലാം തകർന്നു പോവുകയും പരിശുദ്ധ ഖുർആൻ ഉയർത്തപ്പെടുകയും അല്പമെങ്കിലും ഈമാൻ ഹൃദയങ്ങളിലുള്ളവർ പോലും മരണപ്പെട്ട് ദുഷ്ടന്മാരായ ആളുകൾ മാത്രം ഈ ഭൂമുഖത്ത് ബാക്കി നിൽക്കെ അവരിലാണ് അന്ത്യനാള് സംഭവിക്കുക എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ലാ തഖൂമുസ് സാഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖി. ലാ തഖൂമുസ് സാഅ, അന്ത്യനാള് സംഭവിക്കില്ല. ഇല്ലാ അലാ ശിറാരിൽ ഖൽഖി, സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ച വിഭാഗത്തിന്റെ മേലല്ലാതെ അന്ത്യനാള് സംഭവിക്കുകയില്ല. അല്പമെങ്കിലും ഈമാനുള്ള ആളുകളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും മരിച്ചു തീർന്ന് ലോകത്ത് കൊടിയ ദുഷ്ടന്മാരായ ആളുകൾ, തെമ്മാടികൾ, തോന്നിവാസികൾ മാത്രം അവശേഷിച്ചിരിക്കുന്ന അവസരത്തിൽ അവരിലാണ് അന്ത്യനാള് സംഭവിക്കുക എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിമിനെ പോലെയുള്ള മുഹദ്ദിസീങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സഹോദരന്മാരെ, അതിന്റെ ഒരു വിശദവിവരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യദ്റുസുൽ ഇസ്ലാമു കമാ യദ്റുസു വശിയുസ് സൗബ് ഹത്താ ലാ യുദ്റാ മാ സിയാമുൻ വലാ സ്വലാത്തുൻ വലാ നുസുകുൻ വലാ സദഖ വലാ യുസ്റാ അലാ കിതാബില്ലാഹി ഫീ ലൈല ഫലാ യബ്ഖാ മിൻ ഫിൽ അർദി മിൻഹു ആയ വതബ്ഖാ തവായിഫു മിനൻ നാസ് അശ്ശൈഖുൽ കബീർ വൽ അജൂസ് യഖൂലൂൻ أدركنا آباءنا على هذه الكلمة لا إله إلا الله فنحن نقولها. എന്താണ് ആ ഹദീസിൽ പറയുന്നത്? യദ്റുസുൽ ഇസ്ലാം, ഇസ്ലാം തകർന്നു പോകും, ഇസ്ലാം നശിച്ചു പോകും. ഏതുപോലെ കമാ യദ്റുസു വശിയുസ് സൗബി, ഒരു വസ്ത്രത്തിലെ അലങ്കാര പണികൾ, കൊത്തുപണികൾ, അതിൽ തുന്നിച്ചേർത്തിട്ടുള്ള അലങ്കാര പണികൾ നുരുമ്പി അതിങ്ങനെ അടർന്നടർന്ന് വീഴുന്നത് പോലെ, നശിക്കുന്നത് പോലെ ഇസ്ലാം അത് നശിച്ചു പോകും. ഹത്താ ലാ യുദ്റാ, അറിയപ്പെടാതാകും. മാ സിയാം വലാ സ്വലാ വലാ നുസുക് വലാ സദഖ, എന്താണ് നമസ്കാരം, എന്താണ് നോമ്പ്, എന്താണ് ഹജ്ജ്, എന്താണ് ഉംറ, എന്താണ് സദഖ, അതൊന്നും അറിയാത്തൊരു ജനതയാണ് ബാക്കിയാവുക. അല്ലാഹുവിന്റെ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ നിന്ന് ആയത്തുകൾ പോലും ബാക്കിയാവില്ല. കാണാത്ത ഒരവസ്ഥ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള ആയത്തുകൾ പോലും ഭൂമിയിൽ ബാക്കിയില്ലാതെ, അതോതാൻ ആളില്ലാതെ, അതിനുമായി പ്രവർത്തിക്കാൻ ആളില്ലാതെ, ഒന്നും അറിയാത്ത, നിസ്കാരം എന്ത്, നോമ്പെന്ത്, സക്കാത്ത് എന്ത്, ഹജ്ജ് എന്ന് പോലും അറിയാത്ത അന്ന് ബാക്കിയാകുക ചില ആളുകളാണ്. ആ ബാക്കിയുള്ള ആളുകളിൽ പോലും അശ്ശൈഖുൽ കബീർ വൽ അജൂസ്, അവരിലെ പടുകിഴവന്മാരും കിഴവികളും ഇങ്ങനെ പറയും, അദ്റക്നാ ആബാഅനാ അലാ ഹാദിഹിൽ കലിമത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞങ്ങളുടെ ബാപ്പുപ്പാപ്പമാരിങ്ങനെ പറയുന്നൊരു കലിമത്ത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ബാപ്പ ഉപ്പാപ്പമാരിങ്ങനെ എന്തോ ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഫനഹനു നഖൂലുഹാ, അത് ഞങ്ങളും ഏറ്റു പറയുന്നു എന്നതല്ലാതെ എന്താണ് അതിന്റെ അർത്ഥം, എന്താണ് ആ പദത്തിന്റെ ഉദ്ദേശം, എന്താണ് അതുകൊണ്ട് ചെയ്യേണ്ടത്, അതൊന്നും ഞങ്ങൾക്കറിയൂല. അന്ന് സമൂഹത്തിലെ പടുകിഴവനും കിഴവിയുമായ തലമുതിർന്ന കാരണവന്മാർക്ക് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം നാവുകൊണ്ട് പറയാനല്ലാതെ അതിന്റെ അർത്ഥമോ ആശയമോ എന്താണ് അതിന്റെ ഉദ്ദേശമോ എന്ന് പോലും തിരിയില്ല. നിസ്കാരം അറിയില്ല, നോമ്പറിയില്ല, സക്കാത്ത് കൊടുക്കാൻ അറിയില്ല, ഹജ്ജ് അറിയില്ല, സ്വതഖ അറിയില്ല, ഒന്നും അറിയാത്ത ഏറ്റവും മതപതനത്തിന്റെ ഒരു അവസരത്തിലേക്കാണ് ഈ സമൂഹത്തിന്റെ അവസാന കാലഘട്ടം വന്നെത്തുന്നത് എന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. ഇനിയും കേട്ടോ സഹോദരന്മാരെ, നല്ലവരായ ആളുകൾ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവര് കൂടി മരിച്ചു തീരുകയാണ്. നല്ലവരായ ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അവിടുന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ യബ്അസു റീഹൻ മിനൽ യമനി അൽയന മിനൽ ഹരീർ ഫലാ തദഉ അഹദൻ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഈമാനിൻ ഇല്ലാ ഖബദതുഹു ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു യബ്അസു റീഹൻ മിനൽ യമനി, യമനിന്റെ ഭാഗത്ത് നിന്ന് ഒരു കാറ്റ് പുറപ്പെടുവിക്കും.
എങ്ങനത്തെ കാറ്റാണ്? നല്ല അൽയന മിനൽ ഹരീർ, പട്ടിനേക്കാൾ മിനുസമുള്ള കാറ്റാണ്. തണുത്ത സുഖപ്രദമായ ശരീരത്തിൽ കൊണ്ടാൽ വളരെയേറെ നല്ല രൂപത്തിലുള്ള ആസ്വാദ്യകരമായ ഒരു കാറ്റ് യമനിന്റെ ഭാഗത്ത് നിന്ന് അല്ലാഹു നിയോഗിക്കുന്നതാണ്. فلا تدع أحدا في قلبه مثقال حبة من إيمان, അല്പമെങ്കിലും ഹൃദയത്തിൽ ഒരു കണികയെങ്കിലും, മറ്റൊരു റിപ്പോർട്ടിൽ മിസ്കാലു ദർറത്തിൻ മിൻ ഈമാനിൻ, ഈമാനിൽ നിന്ന് ഒരു കടുകുമണി തൂക്കമെങ്കിലും, അതല്ലെങ്കിൽ ഒരു തരി തൂക്കമെങ്കിലും, അല്പമെങ്കിലും ഹൃദയത്തിൽ ഈമാനുള്ള മനുഷ്യന്മാരെ ആ കാറ്റങ്ങ് സ്പർശിക്കുന്നതോടുകൂടി ഇല്ലാ ഖബദതുഹു, ആ കാറ്റവന്റെ റൂഹങ്ങ് കൊണ്ടുപോകും. ഒരു തണുത്ത നല്ല ഒരു കാറ്റ് കൊള്ളുമ്പോഴാണ് യമനിന്റെ ഭാഗത്ത് നിന്നൊരു കാറ്റ് പുറപ്പെടുന്നു. ആ കാറ്റ് തട്ടിയാൽ ഹൃദയത്തിൽ അല്പമെങ്കിലും ഈമാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുകൂടി മരണപ്പെടുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഇനിയും കേട്ടോ സഹോദരന്മാരെ, ലാ തസാലു ഇസാബത്തും മിൻ ഉമ്മത്തി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസാലു ഇസാബത്തും മിൻ ഉമ്മത്തി യുഖാതിലൂന അലാ അംരില്ലാഹി ഖാഹിരീന ലിഅദുവിഹിം ലാ യദുർറുഹും മൻ ഖാലഫഹും ഹത്താ തഅതിയഹുമുസ് സഅതു വഹും അലാ ദാലിക. എന്റെ ഉമ്മത്തിൽ നിന്നൊരു സംഘം എന്നും അള്ളാന്റെ ദീനിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കും. ശത്രുക്കളെ അവർ അതിജയിച്ചു കൊണ്ടിരിക്കും. അവരെ ആര് എതിർത്താലും അവരെ ആര് പരിഹസിച്ചാലും അതവർക്കൊരു പ്രശ്നമല്ലാത്ത നിലക്ക് അള്ളാന്റെ ദീനിന്റെ കാര്യത്തിൽ മുന്നേറുന്ന ഒരു സംഘം എന്റെ ഉമ്മത്തിൽ എന്നും നിലനിൽക്കുന്നതാണ്. ഹത്താ തഅതിയഹുമുസ് സഅ വഹും അലാ ദാലിക, അന്ത്യനാട് വരുന്നത് വരെ. പക്ഷേ അതിന്റെ മുന്നോടിയായിട്ടതാ ആ അന്ത്യനാള് ഇവരിൽ സംഭവിക്കുമോ? ഇല്ലല്ലോ. ഇതങ്ങ് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അജല്ലദേ ثم يبعث الله ريحا كريح المسك مسها مس الحرير فلا تترك نفسا في قلبه مثقال حبة من إيمان إلا قبضته ثم يبقى شرار الناس عليهم تقوم الساعة. ഇമാം മുസ്ലിം തന്നെ അവിടുത്തെ സഹീഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ സന്ദർഭം അവരിലെത്തുമ്പോൾ അല്ലാഹു അതാ ഒരു കാറ്റ് അവരിലേക്ക് അയക്കുകയാണ്. ഈ ഹദീസിൽ കരിഹിൽ മിസ്കി എന്നുകൂടെ പറയുന്നു. സുഗന്ധമുള്ള കാറ്റാണ്. ആ കാറ്റതാ കസ്തൂരിയെ വെല്ലുന്ന മണമുള്ള കാറ്റാണ്. മസ്സുഹാ മസ്സുൽ ഹരീർ, അത് ശരീരത്തിൽ സ്പർശിച്ചാൽ നല്ല പട്ട് ശരീരത്തിൽ സ്പർശിച്ചു പോകുന്നത് പോലെ മിനുസമുള്ള നിലക്ക് കടന്നു പോകുന്നു. ഫലാ തത്റുകു നഫ്സൻ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഈമാനിൻ ഇല്ലാ ഖബദതുഹു, അത് സ്പർശിച്ചു പോകുന്ന ഈമാനുള്ള ഏതെങ്കിലും ഒരു ഹൃദയമുണ്ടെങ്കിൽ ആ ശരീരത്തെ, ആ നഫ്സിനെ ബാക്കിയാക്കൂല, അതങ്ങ് മരിച്ചു പോകുന്നു. അങ്ങനെ എല്ലാവരും അങ്ങ് തീരെയാണ്. ലോകത്ത് ഈമാനിന്റെ അല്പമെങ്കിലും കണികയുള്ളവരൊക്കെ അവരുണ്ടാകുന്നിടത്തോളം അന്ത്യനാൾ ഉണ്ടാവില്ല. അതങ്ങ് തീർന്നാൽ പിന്നീട് ബാക്കിയാകും ശിറാറുന്നാസി, ജനങ്ങളിലെ ഏറ്റവും തെമ്മാടികൾ, ദുഷ്ടന്മാര്, ഏറ്റവും തോന്നിവാസികൾ ബാക്കിയാകുമ്പോൾ അലൈഹിം തഖൂമുസ് സഅതു, അവരുടെ മേലാണ് അന്ത്യനാൾ സംഭവിക്കുന്നത്. ഇതും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് തന്നെയാണ്. ഇനിയും നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യദ്ഹബുസ് സാലിഹൂൻ അൽഅവ്വലു ഫൽഅവ്വലു വതബ്ഖാ ഹുസാലത്തുൻ കഹുസാലത്തി തംരി വശഈർ ലാ യുബാലിഹിമുല്ലാഹു ബാലതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യദ്ഹബുസ് സാലിഹൂൻ, സാലിഹീങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നല്ലവരായ ആളുകളൊക്കെ മരിച്ചു തീർന്നുകൊണ്ടിരിക്കും. അൽഅവ്വലു ഫൽഅവ്വലു, ഏറ്റവും നല്ലവരാദ്യം, പിന്നീട് അതിനോടടുത്തവർ, പിന്നീട് അതിനോടടുത്തവർ, അങ്ങനെ സാലിഹീങ്ങളായ ആളുകളൊക്കെ മരിച്ചു തീരുകയാണ്. അതാ ഗോതമ്പിന്റെയും അതുപോലെ തന്നെ കാരക്കയുടെയും ഒക്കെ അല്ലികളെ പോലെ അഥവാ അതിന്റെ ചണ്ടികളെ പോലെ ചില മനുഷ്യന്മാര് ബാക്കിയാകും. റബ്ബവരെ ഒരു നിലക്കും പരിഗണിക്കൂല, ഒരു ഗുണവും ആ ഖൗമിൽ കാണില്ല. അങ്ങനത്തെ ദുഷ്ടന്മാര് ബാക്കിയാകും. എത്രത്തോളം അവരുടെ സംസ്കാരം എന്താണ്, അവരുടെ അറിവിന്റെ കോലം എന്താണ്? അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, തൗഹീദ് അറിയാത്ത, അല്ലാഹ് എന്ന് പോലും പറയാൻ അറിയാത്ത ഒരു ഖൗമാണ്.
ലാ തഖൂമുസ് സാഅതു വലാ അഹദുൻ യഖൂലു അല്ലാഹ് 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 അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അവിടെ ഖിയാമത്ത് സംഭവിക്കുന്നില്ല. അത്രത്തോളം അതും കൂടി പറയാൻ അറിയാത്ത, ഒരു നിലക്കും വിവരമില്ലാത്ത വളരെ മോശപ്പെട്ട ഖൗമ്. അവരെ പറ്റിയതാ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാം. ഫയബ്ഖാ ശിറാറുൻ നാസി ഫീ ഖിഫത്തി ത്വയ്രി വഅഹ്ലാമിസ് സിബാൾ. മുസ്ലിമിന്റെ ഹദീസിൽ തന്നെ നമുക്ക് കാണാം, ദുഷ്ടന്മാരായ ജനങ്ങളാണ് ബാക്കിയാവുക. ഫീ ഖിഫത്തി ത്വയ്രി വഅഹ്ലാമിസ് സിബാൾ. എന്താണ് ഖിഫത്തു ത്വയ്രി അഹ്ലാമുസ് സിബാൾ എന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാര് പറയാണ്, ശർറ് തിന്മ ചെയ്യാൻ പക്ഷി പറക്കുന്ന വേഗതയിൽ അവർ തയ്യാറാകും. തിന്മ ചെയ്യാന്നുള്ളത് അവർക്കൊരു വിഷയമല്ല. എന്ത് തെമ്മാടിത്തം ചെയ്യാനും പക്ഷി വേഗതയിൽ അവരുണ്ടാകും. പാറിപ്പറന്ന് വരും അവര് എന്ന് പറഞ്ഞാൽ തിന്മയുടെ കാര്യത്തിൽ അവർ വലിയ മുന്നേറ്റക്കാരായിരിക്കും. അതുപോലെ തന്നെ അക്രമം കാണിക്കുന്ന വിഷയത്തിൽ പരസ്പരം കൊന്നും കൊലയും, അതുപോലെ തന്നെ എല്ലാ രൂപത്തിലുള്ള വൃത്തികേടുകളും പരസ്പരം ചെയ്യുന്നതിൽ അവർ മൃഗങ്ങളെ പോലും നാണിപ്പിക്കും. അത്ര ദുഷിച്ചൊരു സമുദായമാണ് വരാൻ പോകുന്നത്. ലാ യഅരിഫൂന മഅറൂഫാ, നന്മ എന്തെന്ന ഖൗമിനറിയില്ല. വലാ യുൻകിറൂന മുൻകറാ, ചീത്ത എന്തെന്നവർക്കറിയില്ല. അതുകൊണ്ട് അതിനെ അവർ നിഷേധിക്കാനും മെനക്കെടുന്നില്ല. ആ ഘട്ടത്തിൽ ഫയതമസ്സലു ലഹുമുശ് ശൈത്താനു, ശൈത്താൻ അവരിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് ചോദിക്കുന്നു, അലാ തസ്തജീബൂൻ, എനിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യുന്നില്ലേ? ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ഇപ്പോൾ പറയട്ടെ, നിങ്ങൾ എനിക്ക് ഉത്തരം ചെയ്യുന്നില്ലേ? ഫയഖൂലൂന, അന്നത്തെ തമ്മാടികൾ ഈ ശൈത്താനോട് ചോദിക്കുകയാണ്, ഫമാ തഅമുറുന, എന്താണ് അങ്ങേക്ക് ഞങ്ങളോട് കൽപ്പിക്കാനുള്ളത്? കൽപ്പിച്ചാലും എന്ന് പറയുമ്പോൾ ഫയഅമുറുഹും ബിഇബാദത്തിൽ ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അവൻ പ്രത്യേകം കൽപ്പിക്കുന്നതാണ്. അങ്ങനെ ഈ സമൂഹത്തിൽ നിന്ന് കടന്നുപോയിട്ടുള്ള ലാത്ത ഉസ്സ ബനാത്ത പോലെയുള്ള സർവ്വവിഗ്രഹങ്ങളെയും വീണ്ടും ആരാധിക്കപ്പെടുന്ന, അത് മുമ്പേ ഈ ലോകത്ത് സംഭവിക്കുമെന്ന് പറഞ്ഞല്ലോ. അതുമാത്രമായി അതിനേക്കാൾ കടുത്ത രൂപത്തിലുള്ള എല്ലാ രൂപത്തിലുള്ള ശിർക്കിന്റെ രൂപത്തിലുള്ള പ്രകടനങ്ങളും ലോകത്തെന്ന് ഏറ്റവും കൂടുതൽ വ്യാപകമാകുന്നു. വിശ്വാസം ഇങ്ങനെയാണെങ്കിൽ സംസ്കാരമോ? സംസ്കാരം എന്തായിരിക്കും? മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ അതന്ന് അവിടെയായി പ്രത്യക്ഷപ്പെടുമെന്നല്ലേ പറഞ്ഞത്. എന്നാൽ ഈ സമുദായം വരുമ്പോൾ, ഈ ഖൗമിന്റെ കാലമെത്തുമ്പോൾ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അതാ കഴുതകൾ പരസ്പരം ഇണചേരും പോലെ വഴിയിൽ വെച്ച് പരസ്യമായി ആണും പെണ്ണും അതാ വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു. അതേ, ഒരു നിലക്കുമുള്ള മനസാക്ഷി കുത്തുമില്ലാതെ ആളുകൾ നടക്കുന്ന നടുറോട്ടിലും നടപ്പാതയിലും വെച്ച് പരസ്യമായ നിലക്ക് തന്നെ അതാ നിർബാധം, അത് പരസ്യമായി തന്നെ എല്ലാ ജനങ്ങളും അത് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അതൊരു സാധാരണ നടപടിക്രമമായിട്ട് മാറുകയാണെന്ന് ആ കാലഘട്ടത്തിൽ ആരെങ്കിലും നല്ലവരുണ്ടെങ്കിൽ തന്നെ അവര് പറഞ്ഞേക്കും, ഈ മതിലിന്റെ പുറത്തേക്ക് മാറിക്കിടന്നുകൂടെ എന്ന് ചോദിക്കുന്നവനായിരിക്കും അവരിൽ ഖൈറായവൻ. അതും അവരുടെ കൂട്ടത്തിൽ കാണില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അത്രത്തോളം മനുഷ്യന്മാര് മോശമായി വരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ജനങ്ങൾ ഒന്നാകെ ദുഷിച്ചു പോയി. ഒരു നിലക്കും അവരിൽ ഒരു സംസ്കാരവും ഇല്ലാതെയായി. അതാ സമുദായത്തിൽ നിന്ന് എല്ലാം എടുത്തുപോയി. പരിശുദ്ധമായ ഇബാദത്തുകളും സമൂഹത്തിൽ നിന്ന് പോയി. അവസാനമതാ ഹജ്ജും ഉംറയും പോലും സമൂഹത്തിന് ആവശ്യമില്ല. അങ്ങനെ ഹജ്ജിനോ ഉംറക്കോ ആള് വരാനില്ല. ലാ തഖൂമുസ് സാഅതു ഹത്താ ലാ യഹുജ്ജൽ ബൈത്ത്, പരിശുദ്ധ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ ആള് വരാനില്ല. അത്രത്തോളം ദുഷിച്ച ഖൗമായി തീർന്നു. അങ്ങനെ നല്ലവരായ ആൾക്കാർ ആരെങ്കിലും ബാക്കിയുള്ളപ്പോ ഹജ്ജും ഉംറയും അതുവരെയും തുടരും. പക്ഷേ അവസാനം ദുഷിച്ചവർ മാത്രം ബാക്കിയാകുമ്പോ അതും നിലച്ചു പോവുകയാണ്. ആ സന്ദർഭത്തിലായിരിക്കാം പ്രിയപ്പെട്ടവരെ അടുത്ത അടയാളം സംഭവിക്കുന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും വലിയ ഒരു ഇബത്തൊരടയാളം അതാ അന്ത്യനാളിന്റെ മുന്നോടിയായി, ഖിയാമത്തിന്റെ മുന്നോടിയായി നടക്കാൻ പോകുന്നു. അതെന്താണ്? ഹദ്മുൽ കഅബ, പരിശുദ്ധ കഅബാലയം തകർക്കപ്പെടുകയാണ്.
പരിശുദ്ധ കഅബയങ്ങ് പൊളിച്ചു കളയപ്പെടുന്നു. അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, യുഖരിബുൽ കഅബത ദുസ്സുവൈഖതൈനി മിനൽ ഹബശ, കഅബയെ പൊളിച്ചു കളയുന്നതാണ്. പരിശുദ്ധ കഅബ എന്ന മുസ്ലിമീങ്ങളുടെ മനസ്സിൽ ആദരവോടുകൂടി അതാ മസ്ജിദുൽ ഹറാമിന്റെ മധ്യഭാഗത്ത് അതാ തിളങ്ങി നിൽക്കുന്ന ആ പ്രത്യേകമായ കിസ്വയും ബാബുമൊക്കെയുള്ള വിശുദ്ധമായ കഅബ, ആ കഅബ ആവശ്യമില്ലാത്തവരെ ഘട്ടം വരുമ്പോൾ അതാ അത്രയും മനുഷ്യന്മാര് ദുഷിക്കുമ്പോൾ ചില ചെമ്മാടി കൂട്ടങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് കഅബയെ അനാദരിക്കുകയാണ്. അത് പൊളിച്ചു കളയുന്നു. പൊളിച്ചു കളയുന്നവന്റെ ലക്ഷണം വരെ, ശരീരപ്രകൃതം വരെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നു. സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സമയത്തു അലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കേട്ടു, അതാ നേരത്തെ ഞാൻ കേൾപ്പിച്ചില്ലേ, യുഖരിബുൽ കഅബ, കഅബയെ പൊളിച്ചു കളയും. ആരാണ് പൊളിച്ചു കളയുക? ദുസ്സുവൈഖതൈനി മിനൽ ഹബശ, അബ്സീനിയക്കാരിൽപ്പെട്ട കുറിയ കണങ്കാലുകളോട് കൂടിയുള്ള ഒരു മനുഷ്യനാണ് അത് വന്ന് ചെയ്യുക. ആ ഏറ്റവും മാരകമായ ആ ദുഷിച്ച കർമ്മം ചെയ്യുക അബ്സീനിയക്കാരിൽപ്പെട്ട ഒരു കറുത്ത അതുപോലെ തന്നെ കുറിയ കാലുകളുള്ള ദുസ്സുവൈഖതൈൻ. സാഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണങ്കാലെന്നാണ് അർത്ഥം. സാഖ് ഒന്നുകൂടെ തസ്ഗീറാക്കുമ്പോൾ സുവൈഖ് എന്ന് പറയും, കുറിയ കണങ്കാല്. ദുസ്സുവൈഖതൈനി, രണ്ട് കുറിയ കണങ്കാലുകളുള്ള ഒരു മനുഷ്യനാണ് കഅബ പൊളിക്കാൻ രംഗത്തെത്തുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് പറയുന്നു, കഅന്നീ ബിഹി, ഞാനിതാ അവനെ ഇങ്ങനെ നോക്കുന്നത് പോലെ. അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് വിവരിച്ചു തരികയാണ്, അവൻ ആരാണ്? അസ്വദ അഫ്ഹജ, അവൻ കറുത്തിരുണ്ടവനാണ്, കറുത്തൊരു മനുഷ്യനാണ്. അഫ്ഹജ, അതേപോലെ തന്നെ അവന്റെ കണങ്കാലുകൾ ഇങ്ങനെ ഇങ്ങോട്ട് മാറി നിൽക്കുന്ന രൂപത്തിലാണ്, അഥവാ വളഞ്ഞ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുകൾ ഇങ്ങനെ അകന്നു നിൽക്കുന്നു. ആ മനുഷ്യന്റെ രൂപമാണ് ആ പറയുന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രംഗം പറയുന്നു, യഖ്ലഉഹാ, ആ മനുഷ്യൻ ആ കഅബയെ പൊളിച്ചു കളയുന്നതാണ്. ഹജറൻ ഹജറാ, ഓരോ കല്ലുകൾ ഇളക്കി മാറ്റിക്കൊണ്ടവൻ പുറത്തേക്കെറിയും. പരിശുദ്ധ കഅബയുടെ ഓരോ കല്ലുകളെയും അവൻ പിഴുതെടുത്തുകൊണ്ട് അവൻ ആ കഅബയെ തകർക്കുന്നതാണെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇനിയും കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയാണ്, ആ മനുഷ്യന്റെ പ്രത്യേകതകൾ പറയുന്നു. യുഖരിബുൽ കഅബത ദുസ്സുവൈഖതൈനി മിനൽ ഹബശ, അതാ കഅബ പൊളിക്കുന്നതാണ് അബ്സീനിയക്കാരിൽപ്പെട്ട കുറിയ കണങ്കാലുകളുള്ള ഒരു മനുഷ്യൻ. വയസ്ലുബ്ഹാ ഹില്യതഹാ, അതിന്റെ ആഭരണങ്ങൾ അഥവാ അവിടെയുള്ള സ്വർണം പതിച്ചത് അതേപോലെയുള്ള എല്ലാം അവൻ അവിടെ നിന്ന് കവർന്നെടുക്കുകയാണ്. വയുജരിദുഹാ മിൻ കിസ്വതിഹാ, അതിന്റെ കിസ്വയും അവൻ ഊരിയങ്ങെറിയും. അങ്ങനെ വല കന്നി അൻളുറു ഇലൈഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അവൻ ഇങ്ങനെ നോക്കുന്നത് പോലെ, എന്റെ കണ്ണുകൊണ്ട് ഞാനിപ്പോൾ അവരെ ഇങ്ങനെ നോക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു സഹാബിമാരെ. അവനാരാണ്? ഉസൈലിയ. ഉസൈലിയ അവനൊരു കഷണ്ടിത്തലയനാണ്. അവന്റെ മുഖതലയിൽ മുൻഭാഗത്ത് മുടിയില്ല, അവന്റെ തലയില്ലതാ മുടി വളരെ കുറവാണ്, കഷണ്ടിക്കാരനാണ്. അവന്റെ മഫാസിലുകൾ അഥവാ അവന്റെ പുറപ്പുകൾ, അവന്റെ കൈയിന്റെയും കാലിന്റെയും ഒക്കെ എല്ലുകൾ അങ്ങുമിങ്ങുമൊക്കെ വളഞ്ഞു നിൽക്കുന്ന ഒരു വിരൂപിയായ കറുത്തവനായ ഈ രൂപത്തിൽ പ്രകൃതക്കാരനായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അവന്റെ കൈക്കോട്ട് കൊണ്ട്, അതുപോലെ തന്നെ അവന്റെ കയ്യിലുള്ള ദണ്ട് കൊണ്ട്, അതുപോലെ തന്നെ അവന്റെ കയ്യിലുള്ള മഴ കൊണ്ട് അവനതാ കുത്തിപ്പിളർത്തിയിട്ട് ഓരോരോ കല്ലുകൾ എടുത്തുകൊണ്ട് പുറത്തേക്ക് എറിഞ്ഞ് പരിശുദ്ധ കഅബയെ തകർക്കുന്ന രംഗം ഞാൻ ഇങ്ങനെ നോക്കി കാണുന്നത് പോലെ തോന്നുന്നു. ഇത് സംഭവിക്കാനിരിക്കുന്നതാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ബുഖാരിയിലുള്ള ഹദീസും അതുപോലെ തന്നെ മുസ്ലിമിലും മറ്റുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലുമൊക്കെ ഈ സംഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പൊ ആ നിലക്ക്
പരിശുദ്ധ കഅബ പോലും തകർക്കപ്പെടുന്ന ഒരു ഘട്ടം വരികയാണ്. അങ്ങനെ കഅബയുടെ ഓരോ കല്ലുകളും പിഴുതെടുത്തുകൊണ്ട് അതിനെ മുഴുവനായി അങ്ങ് നശിപ്പിച്ചിട്ടല്ലാതെ അന്ത്യനാള് സംഭവിക്കൂല. ഇവിടെ നമുക്കൊരു സംശയമുണ്ടാകും. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനാ, പരിശുദ്ധമായ ഹറമിനെ നിർഭയ സ്ഥലമാക്കി നാം മാറ്റിയിട്ടുണ്ടല്ലോ എന്ന് ഖുർആനിലുണ്ടല്ലോ. അതുപോലെ ഖുർആനിൽ തന്നെയുണ്ടല്ലോ, വമൻ യുരിദ് ഫീഹി ബിഇൽഹാദിൻ ബിളുൽമിൻ നുദിഖുഹു മിൻ അദാബിൻ അലീം. ആ ഹറമിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും തെമ്മാടിത്തത്തിന് ഉദ്ദേശിച്ചാൽ, ആ ഹറമിൽ ആരെങ്കിലും അക്രമം പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചാൽ, നുദിഖുഹു മിൻ അദാബിൻ അലീം, അവന് വേദനയേറിയ ശിക്ഷ നാം ആസ്വദിപ്പിക്കുന്നതാണെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്രമല്ല, ഈ പരിശുദ്ധമായ കഅബയെ തകർക്കാനൊരിക്കൽ യമനിൽ നിന്ന് അബ്രഹത്തിന്റെ പട്ടാളം വന്നപ്പോൾ, അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ ഫഅർസല അലൈഹിം തയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ആനപ്പടയെ റബ്ബ് അത്ഭുതകരമായ പക്ഷികളുടെ കാലുകളിലൂടെ ചില കല്ലുകൾ വർഷിപ്പിച്ചുകൊണ്ട് നശിപ്പിച്ച് തകർത്ത റബ്ബല്ലേ. ഇപ്പൊ എന്തേ ഈ നാഥൻ എന്തേ ഇതൊന്നും കാണുകയില്ലേ? എന്തേ അബിസീനിയക്കാരൻ വന്ന് പൊളിച്ചു കളയുമ്പോ അവനൊരു ശിക്ഷയും വരില്ലേ? അവനതെങ്ങനെ തകർക്കാൻ കഴിയുമെന്ന് സംശയം വന്നാൽ പണ്ഡിതന്മാരതിന് മറുപടി പറയുകയാണ്, അല്ലാഹു അതിന് നിർഭയമായ സ്ഥലമാക്കി മാറ്റി എന്ന് പറയുന്നത് കഅബ മുസ്ലിമീങ്ങൾക്ക് ആവശ്യമുള്ള കാലത്താണ്. ഹജ്ജിന് പോലും ചെയ്യാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ സ്വതക്ക കൊടുക്കാനോ ഹജ്ജ് ചെയ്യാനോ വിവരമില്ലാത്തൊരു ഖൗമ വരുന്ന കാലത്ത് ആ ഒരവസ്ഥ നീങ്ങുന്നു. ആഖിറു സമാനിന്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് ഈ ഒരവസ്ഥ നീങ്ങുകയാണ്. മാത്രമല്ല, മുമ്പും കഅബയെ പൊളിക്കാനും അതുപോലെ തന്നെ കഅബയെ ആക്രമിക്കാനും ഒക്കെ പല സംഘങ്ങളും വന്നപ്പോഴും അവർക്ക് ചിലതൊക്കെ അവിടെ ചെയ്യാൻ കഴിഞ്ഞത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം അതാ പല മുസ്ലിം ഭരണാധികാരികൾ എന്ന് പറയുന്നവരും ഹറം ആക്രമിക്കാൻ വന്നിട്ടുണ്ട്, കഅബയെ ആക്രമിക്കാൻ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കക്ഷിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെയും ശേഷം ഹിജ്റ 319 പരിശുദ്ധ മക്കയെ ഖറാമിത്തത്ത് എന്ന് പറയുന്ന ഒരു പിഴച്ച കക്ഷിയുടെ ഭരണാധികാരി തകർക്കാൻ വരുന്നു, ആക്രമിക്കാൻ വരുന്നു. ഹിജ്റ 319 ആക്രമിച്ചു. മക്ക ആക്രമിക്കാൻ അയാൾ വന്നു. ഹാജിമാരെ മുഴുവൻ അയാൾ ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. സംസം കിണറിന്റെ കെട്ടി ഉയർത്തപ്പെട്ട അതിന്റെ ആൽമറയും അതുപോലെ തന്നെ ഭദ്രതയും തകർക്കാൻ അവൻ പരിശ്രമിക്കുകയുണ്ടായി. പള്ളിയിൽ ഒരുപാട് കലാപമുണ്ടാക്കി. കഅബയുടെ ആ കിസ്വ അവൻ ഊരിയെടുത്തു. പരിശുദ്ധ കഅബയുടെ വാതിൽ വരെ അവൻ പിഴുതെടുത്തു. ഹജറുൽ അസ്വദ് ആ സ്ഥാനത്ത് നിന്ന് അവൻ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മൾ അറിയേണ്ട ചരിത്രമാണ്. ആ സംഘം വന്നിട്ട് ഹജറുൽ അസ്വദ് കഅബയുടെ മൂലയിൽ നിന്ന് ആയുധം ഉപയോഗപ്പെടുത്തിയിട്ട് കുത്തി കുത്തി ഇളക്കിയിട്ട് അവൻ ആ കല്ല് കൈക്കലാക്കിയിട്ട് അതാ അൽ ഹസ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അവർ കൊണ്ടുപോവുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് പിന്നീട് അത് മോചിപ്പിക്കാൻ സാധിച്ചത് 20 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. ഹിജ്റ 319 കൊണ്ടുപോയ ഹജറുൽ അസ്വദ് ഹിജ്റ 339 പ്രിയപ്പെട്ടവരെ തൽസ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരപ്പെട്ടത്. 10-20 കൊല്ലത്തോളം ഹജറുൽ അസ്വദ് ആ സ്ഥാനത്തുണ്ടായിട്ടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തിന്റെയും ശേഷം ഹിജ്റ 319 339 ഇടയ്ക്ക് നടന്ന സംഭവമാണ്. അങ്ങനെ പലരും പല രൂപത്തിലുള്ള ആക്രമങ്ങൾക്കും തുനിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും അത്ര വലിയ വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ അവസാന കാലഘട്ടത്തിൽ അന്ത്യനാളിന്റെ അടയാളമായി പറയപ്പെട്ടതാണെന്ത്? യുഖർരിബുൽ കഅബ, കഅബയങ്ങ് ചൂടും തകർത്ത് തരിപ്പണമാക്കപ്പെടുന്നതാണ്. ആ ഒരു സംഭവം ലോകത്ത് നടക്കാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ. അതിന്റെ ശേഷം നടക്കാൻ പോകുന്ന മറ്റൊരു അത്ഭുതം, ഇനി നടക്കാൻ പോകുന്ന ഒരു വലിയ അടയാളം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യനതാ
പടിഞ്ഞാറ് നിന്നുദിക്കുന്നു, കിഴക്ക് പോയി അസ്തമിക്കുന്നു. സാധാരണ നമുക്ക് പരിചയമുള്ളത് എന്താണ്? കിഴക്ക് നിന്ന് മശ്രിഖിൽ നിന്ന് ഉദിച്ച് മഗ്രിബിൽ അസ്തമിക്കലാണ്. ആ ശൈലിയിൽ നിന്ന്, ആ സംഭവത്തിൽ നിന്ന്, സംവിധാനത്തിൽ നിന്ന് തകരാറ് വരികയാണ്. പരിശുദ്ധ ഖുർആൻ അതിലേക്കൊരു സൂചന നൽകിയതായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആയത്തുകളെ വിശദീകരിക്കുമ്പോൾ അതിന് പോൽ ബലകമായ ഹദീസ് പറഞ്ഞ കൂട്ടത്തിൽ ഈ ആയത്താണ് എടുത്തുദ്ധരിക്കുന്നത്. സൂറത്തുൽ അൻആമിലെ 158ാമത്തെ വചനത്തിൽ കാണാം, യൗമ യഅതി ബഅദു ആയാതി റബ്ബിക ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബ്ലു യൗമ യഅതി ബഅദു ആയാതി റബ്ബിക. നിന്റെ റബ്ബിന്റെ ആയത്തുകളിൽ നിന്ന് ചിലത് വരുന്ന ദിവസം, നിന്റെ റബ്ബിന്റെ ആയത്തുകളിൽ നിന്ന് ചിലത് വരുന്ന ദിവസം. ആ ചിലത് വരുന്ന ദിവസം എന്നതുകൊണ്ട് ജുംഹൂറുൽ മുഫസ്സിരീൻ അഥവാ ഖുർആൻ വ്യാഖ്യാതാക്കളിലെ മഹാഭൂരിപക്ഷം വരുന്നവരും ഏകോപിച്ചു പറഞ്ഞിട്ടുള്ള അടയാളം അലാ അന്നഹാ തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ, സൂര്യൻ അതിന്റെ പടിഞ്ഞാറ് നിന്ന് ഉദയം നടക്കലാണ്. പരിശുദ്ധ ഖുർആൻ ആ സൂചന പറയുന്നു, യൗമ യഅതി ബഅദു ആയാതി റബ്ബിക, നിന്റെ റബ്ബിന്റെ ആയത്തുകളിൽ ചിലത് വരുന്ന ദിവസം, ആ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് സംഭവിക്കുന്ന ദിവസം. ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, ആ ദൃഷ്ടാന്തം അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നുള്ള ഒരൊറ്റ മനുഷ്യനും അവന്റെ ഈമാൻ പ്രയോജനപ്പെടൂല. ലം തകുൻ ആമനത് മിൻ ഖബ്ൽ, മുമ്പേ വിശ്വസിച്ചിട്ടില്ലാത്തവന്റെ വിശ്വാസം ഇനി സ്വീകരിക്കപ്പെടൂല. മുമ്പേ കാഫിറാണ്, മുമ്പേ മുശ്രിക്കാണ്. സൂര്യനതാ പടിഞ്ഞാറ് ഉദിക്കുന്ന കാഴ്ചയങ്ങ് കണ്ടപ്പോ ഏത് കാഫിറിനും ബോധ്യമായി പോയി, ഏത് മുശ്രിക്കിനും ബോധ്യമായി പോയി ലോകം നശിക്കാൻ പോകുന്നു. ആ സന്ദർഭത്തിൽ അവൻ ഈമാൻ എനിക്കുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവന്റെ ഈമാൻ സ്വീകാര്യമല്ല. ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ, മുമ്പേ ഈമാനുള്ള മനുഷ്യന്മാർക്കല്ലാതെ ആ സന്ദർഭത്തിൽ ഈമാനോടുകൂടി വല്ലതും പ്രവർത്തിച്ച് മുൻകൂട്ടി അമൽ ചെയ്തിട്ടുള്ളവരുടെ അമലല്ലാതെ ഇത് കണ്ടതിന്റെ ശേഷം ഒരു അമൽ ചെയ്യാൻ നിന്നാൽ, ഇത് കണ്ടതിന്റെ ശേഷം ഒരു തൗബക്കൊരുങ്ങിയാൽ, ഇത് കണ്ടതിന്റെ ശേഷം ഒരാള് നന്നാവട്ടെ എന്ന് വിചാരിച്ചാൽ അത് ഉപകാരം ചെയ്യൂല. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. സൂറത്തുൽ അൻആം 158ാമത്തെ ആയത്തിൽ കാണാം. അപ്പോ ഖുർആനിൽ തന്നെ അതിനുള്ള സൂചനയുണ്ട്. ഈ ആയത്ത് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം പറഞ്ഞിട്ട് പറയാണ്, ലാ തഖൂമുസ്സാ, ഇതിനെ സംബന്ധിച്ചുള്ള സൂചന നൽകുന്ന, വ്യക്തത നൽകുന്ന ഹദീസ് ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ലാ തഖൂമുസ്സാ, അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, ഹത്താ തത്ലുഅ ശംസു മിൻ മഗ്രിബിഹാ, മഗ്രിബിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ. അസ്തമന സ്ഥാനത്ത് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ അങ്ങ് ഉദിക്കും. ആളുകൾ ആ ദൃഷ്ടാന്തം കാണുമ്പോൾ ആമനമന്നലൈഹാ, ഭൂമിയിലുള്ള ആളുകളൊക്കെ അന്ന് വിശ്വസിക്കാൻ ഒരുങ്ങും, ധൃതി കൂട്ടുന്നതാണ്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, സൂര്യനതാ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുകയും ആളുകൾ അത് കാണുകയും ചെയ്താൽ ആമനു അജ്മഊൻ, എല്ലാവരും മുഅ്മിനുകളാവാൻ നോക്കും. എല്ലാവർക്കും ഉറപ്പായിപ്പോ ലോകം നശിക്കാണ്, അപ്പൊ എല്ലാവരും ഏത് തമ്മാടി മുഅ്മിനാകാൻ നോക്കും. പക്ഷേ ഫദാലികാദ് ഹീന ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബ്ൽ ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ. നേരത്തെ നിങ്ങളെ കേൾപ്പിച്ച അതേ ആയത്തിലെ അതേ പദങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണത്? ആ സമയത്ത് എല്ലാവരും വിശ്വസിക്കാൻ വന്നിട്ട് പ്രയോജനമില്ല.
കാരണം ആ നേരം ഒരു മനുഷ്യനും അവന്റെ ഈമാൻ പ്രയോജനപ്പെടാത്ത നേരമാണ്. മുമ്പേ വിശ്വസിച്ചവർക്കല്ലാതെ രക്ഷയില്ല, മുമ്പേ സൽക്കർമ്മങ്ങൾ ചെയ്തവർക്കല്ലാതെ രക്ഷയില്ല. ഇത് കണ്ടിട്ട് മോമിനാകാൻ നോക്കിയാലൊന്നും ഒരു പ്രയോജനവുമില്ല. വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോ ഈ ഒരു വലിയ ദൃഷ്ടാന്തം അങ്ങനെ ഒന്ന് ലോകത്ത് സംഭവിക്കാൻ പോകുന്നു. കിഴക്കിനെന്നുദിച്ച് പടിഞ്ഞാറസ്തമിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് പടിഞ്ഞാറ് നിന്നുദിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ കാര്യത്തെ പറയുന്ന കൂട്ടത്തിൽ പറയുന്നത് കാണാം. മൻ അഹദസ ഈമാനൻ ഔ തൗബതൻ ബഅദ തുലൂഇ ശംസി മിൻ മഗ്രിബിഹാ ലാ യുഖ്ബലു മിൻഹു. ആരെങ്കിലും ഈ ഒരു കൃത്യം, ഈ ഒരു അത്ഭുതം, ഈ ഒരു അടയാളം കണ്ടതിന്റെ ശേഷം മാത്രം ഈമാനിലേക്കും തൗബയിലേക്കും ഒക്കെ കയറി വന്നാൽ അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുന്നതല്ല. കാരണം ടൈം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ബോധ്യമായിട്ട് ഇപ്പൊ സ്വീകരിക്കേണ്ടതല്ല, അതിന് മുമ്പേ വേണ്ടിയിരുന്നു. ആ ഒരവസ്ഥ ഇനി സ്വീകരിക്കൂല. ഫിറഔനതാ മരണം കൺമുമ്പിൽ കാണുന്ന നേരത്ത്, മുങ്ങിച്ചാകാൻ പോകുന്ന നേരത്ത്, അവനയതാ മുങ്ങിച്ചാകാൻ പോകുന്ന നേരത്ത് അവനതാ മൂസാ നബി പരിചയപ്പെടുത്തിയ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ എന്തേ ചോദിച്ചത്? ഇപ്പോഴാണോ വിശ്വസിക്കുന്നത്? മരണത്തിന്റെ നേരത്ത്, മരണത്തെ മുഖാമുഖം കാണുന്ന നേരത്ത്, തൊണ്ട കുഴിയിലെത്തുന്ന നേരത്ത് ഒരു തൗബയും സ്വീകാര്യമല്ല, ഒരു ഈമാനും സ്വീകാര്യമല്ല. ആ ഒരവസ്ഥയാണ് അവസാന കാലത്ത് വരുന്നത്. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചിട്ട് അത് കണ്ടിട്ട് ഒരാൾ മോമിനാകാനോ തൗബ ചെയ്യാനോ മെനക്കെട്ടാൽ സാധ്യമല്ല. സമയം കഴിഞ്ഞു പോയി. ഇനിയും സഹോദരന്മാരെ, അത്ഭുതകരമായ മറ്റൊരു ദൃഷ്ടാന്തം അവിടുന്ന് പറയുന്നു. ഖുറൂജുദ്ദാബ്ബ, ഒരത്ഭുതകരമായ ജന്തുവിന്റെ പുറപ്പാടാണ്. പരിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി തന്നെ സൂറത്തുൻ നംലിലെ 82-ാമത്തെ ആയത്തിൽ പറയുന്നു. വഇദാ വഖഅ അലൈഹിമുൽ ഖൗലു വഇദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബത്തൻ മിനൽ അർളി തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ. വഇദാ വഖഅൽ ഖൗലു അലൈഹിം, നമ്മുടെ വചനം അവരിൽ പുലരുന്ന സമയം ആസന്നമായാൽ, അല്ലാഹു തആല പറയാണ്, നമ്മുടെ വചനം അവരിൽ പുലരുന്ന സമയം ആസന്നമായാൽ, അഥവാ ലോകം അവസാനത്തോടടുക്കുന്ന ആ അന്തനിമിഷങ്ങളോടടുക്കുന്ന സന്ദർഭം അങ്ങ് ആസന്നമായി തീർന്നാൽ, ലോകത്ത് മുഴുവൻ ദുഷ്ടന്മാരാണ്, തെമ്മാടികളാണ്, നന്മ എന്തെന്നറിയാത്തവരാണ്, തിന്മയെ തെമ്പാടും പുൽകിയ ജനങ്ങളാണ്, അതിന്റെ പ്രചാരകരാണ്, എല്ലാ മോശപ്പെട്ട വൃത്തികേടിന്റെയും ആളുകളാണ്. ആ രൂപത്തിൽ ജനത എല്ലാ നിലക്കും ദുഷിക്കുമ്പോൾ റബ്ബദാ, നിങ്ങൾ വലിയ വഴികേടിലാണെന്നവരെ ഉണർത്താനും നിങ്ങൾ വലിയ അശ്രദ്ധയിലാണെന്നവരെ ഓർമ്മപ്പെടുത്താനും ഒരത്ഭുത ജന്തുവിനെ പുറപ്പെടുവിക്കും എന്നാണ് ഖുർആൻ പറയുന്നത്. അതൊരു അത്ഭുതകരമായ ജന്തുവാണ്. അങ്ങനെ അല്ലാഹു പറയാണ്, നമ്മുടെ വചനം അവരിൽ പുലരുന്ന സമയം ആസന്നമായാൽ അഖ്റജനാലഹും, നാം അവർക്കതാ പുറത്തു കൊണ്ടുവരുന്നതാണ്, അവരിലേക്ക് നാം പുറപ്പെടുവിക്കുന്നതാണ്. ദാബത്തം മിനൽ അർളി, ഭൂമിയിൽ നിന്നൊരു ജന്തുവിനെ നാം അവരിലേക്ക് പുറപ്പെടുവിക്കുന്നതാണ്. തുകല്ലിമുഹും, ആ ജന്തു അവരോട് സംസാരിക്കുന്നതാണ്, ആ ജന്തു അവരോട് വർത്തമാനം പറയുന്നതാണ്. അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യൂഖിനൂൻ, നിശ്ചയമായും ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ദൃഢമായി വിശ്വസിക്കാത്തവരാണെന്ന കാര്യം അവരെ ആ മൃഗം ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സഹോദരന്മാരെ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഉൾക്കൊള്ളാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ എങ്ങനെയാണ് ഇപ്പത്, എന്താപ്പത്? ഒരു മൃഗം വന്നിട്ട് രാജ്യത്താകെ എല്ലാവരോടും വർത്താനം പറയേ? ഒരു മൃഗമാണോ അതോ കുറെ മൃഗങ്ങൾ രാജ്യത്ത് ആഗോള വ്യാപകമായി എല്ലായിടത്തും വരലാണോ? അറിഞ്ഞൂടാ. ഖുർആനോ ഹദീസോ പറയാത്തത് നമ്മുടെ വകയായിട്ട് പറയാൻ നമുക്ക് കഴിയില്ലല്ലോ. എന്തായിരുന്നാലും പിന്നെ ഒരാളെങ്ങനെ എല്ലാവരോടും സംസാരിക്കുക? അതൊന്നും ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഒരു ഭാഗത്തിൽ സംസാരിച്ച എല്ലായിടത്തേക്കും എത്തുന്ന സംവിധാനങ്ങളാണ്. എന്താണെന്ന് സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല. ഏതായിരുന്നാലും ആ മൃഗം വന്നുകൊണ്ട് ജനങ്ങളോട് പറയുന്നത് എന്താണ്? ആ മൃഗം വന്ന് ജനങ്ങളോട് പറയേ, അപ്പൊ അടുത്ത സംശയമായി, മൃഗം സംസാരിക്കേ, ജന്തു സംസാരിക്കേ? അതേ, അതിലപ്പുറവും നടക്കാനും കാണാനും കേൾക്കാനും പോകുന്ന ലോകമാണ്.
പലതും കഴിഞ്ഞുപോയ ലോകമാണ്. ഉറുമ്പ് സംസാരിച്ചിട്ടില്ലേ? ഉറുമ്പിന്റെ സംസാരം കേട്ട മഹാനായ വ്യക്തിത്വമല്ലേ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. നാം ഇന്ന് മോദിക്കൊണ്ടിരിക്കുന്ന ഖുർആനിലൂടെ ഖാലത്ത് നംലത്തുൻ, അതാ ഒരു ഉറുമ്പ് വിളിച്ചു പറയുന്നു, ഓ ഉറുമ്പുകളെ, സുലൈമാൻ നബിയുടെ പട്ടാളം വരുന്നുണ്ട്, ഓടി ഒളിച്ചോ, മാളത്തിൽ ഒളിച്ചോ. സുലൈമാൻ അലൈഹിസ്സലാമിന്റെയും പട്ടാളക്കാരുടെയും കാഴ്ച വിട്ടുകൊണ്ടിട്ട് ചത്തുപോകണ്ട, മാളത്തിലേക്ക് വലിഞ്ഞോ എന്ന് വിളിച്ചു പറയുന്ന വർത്തമാനം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് കേൾക്കുന്നു. ഫതബസ്സമ, അവിടുന്ന് പുഞ്ചിരിച്ചു എന്നാണ് ഖുർആൻ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ പലരും ഉണ്ടായിരുന്നില്ലേ? പക്ഷികൾ അദ്ദേഹത്തിന്റെ സേനാനായകന്മാരിൽ ഉണ്ടായിരുന്നില്ലേ? ഹുദ്ഹുദ് എന്ന് പറയുന്ന ഒരു മരക്കൊത്തി പക്ഷിയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അതാ സൈന്യങ്ങളെ ദർബാറിൽ വിളിച്ചു കൂട്ടിയിട്ട് ആരൊക്കെ ഹാജരുണ്ടെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ദർബാറിൽ ഇങ്ങനെ സൈന്യങ്ങളെ പരിശോധിക്കുന്ന നേരത്ത് ഒരു സേനാനായകനായ പക്ഷിയെ കാണുന്നില്ല. എവിടെ പോയി ഹുദ്ഹുദ് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിഭവിച്ചിരിക്കുകയാണ്. വിഷം പിടിച്ചുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, ഹുദ്ഹുദ് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അതിനെ അറുത്ത് കളയുന്നതാണ്. അതല്ലെങ്കിൽ എന്തേ ഇവിടെ ഹാജരാവാത്തത്, ഇന്നെന്തേ ദർബാറിൽ വരാത്തത് എന്നതിന്റെ കാരണം ആ ഹുദ്ഹുദ് ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതാ ഹുദ്ഹുദ് കയറി വരുന്നു. കയറി വന്നുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് സംസാരിക്കുന്നു. ഇന്നി ജിഅ്തുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ ഇന്നി വജദ്തു ഇംറഅതൻ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറയുന്നു. എന്താ പറയുന്നത്? ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരാത്തത് അനുസരണക്കേട് കൊണ്ടല്ല, മറിച്ച് ഞാനൊരു പ്രത്യേകമായ പ്രശ്നത്തിൽ അകപ്പെട്ടു പോയി. അതെന്താ? ഞാൻ നിങ്ങൾക്കൊരു പുതിയ വാർത്തയുമായിട്ട്, സബ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു രാജ്ഞിയുണ്ട്, ബിൽഖീസ് രാജ്ഞിയാണ് സൂചിപ്പിക്കുന്നത്. സബ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു രാജ്ഞി, ആ രാജ്ഞിയും പരിവാരങ്ങളെയും ഒക്കെ ഇന്നി വജദ്തു ഇംറഅതൻ, അതാ ഒരു പെണ്ണിനെയും അവരുടെ പരിവാരങ്ങളെയും ഒക്കെ യസ്ജുദൂന ലിശംസ്, സൂര്യൻ ആരാധിക്കുന്നതും സുജൂദ് ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് സത്യമാണ് പറയുന്നത് എന്നിങ്ങനെ അങ്ങോട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് സംസാരിക്കുന്നതും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനോട് തിരിച്ചിങ്ങോട്ട് സംസാരിക്കുന്നതുമൊക്കെ ഈ പറഞ്ഞത് സത്യമാണോ എന്ന് ഞാനും ഒന്ന് പരിശോധിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞതുമൊക്കെ പരിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. ഉറുമ്പ് സംസാരിച്ചതുണ്ടല്ലോ. ഇനി അതൊക്കെയും നിൽക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നു, എടോ നിന്റെ വായക്ക് സീല് വെക്കുന്ന ദിവസം വരാൻ പോകുന്നു. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അവരുടെ വായകൾക്ക് നാം മുദ്ര വെക്കുന്ന ദിവസം. വതുകല്ലിമുനാ, നമ്മോട് സംസാരിക്കുന്നതാണ്. ഐദീഹിം, അവരുടെ കൈകൾ. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയുന്ന ദിവസം വരാനുണ്ട്. അപ്പൊ കൈ സംസാരിക്കാം, കൈ സംസാരിക്കുക. കൈ മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ സ്കിന്ന് സംസാരിക്കുകയാണ്, നമ്മുടെ തൊലി സംസാരിക്കുകയാണ്. നാളെ മഹ്ശറിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരം മുഴുവൻ നമുക്കെതിരെ പ്രതികൂലമായി റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുമ്പോൾ മനുഷ്യന്മാരോടതാ, മനുഷ്യന്റെ മുമ്പിലതാ അവന്റെ തൊലി പോലും അവനെതിരെ വർത്തമാനം പറയുമ്പോൾ മനുഷ്യൻ ചോദിച്ചു പോവുകയാണ്, വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ. തൊലികളോട് മനുഷ്യൻ ചോദിക്കും, തൊലികളോട് മനുഷ്യൻ ചോദിക്കും, ലിമ ശഹിദ്തും അലൈനാ, നിങ്ങൾ എന്തിനാ ഞങ്ങൾക്കെതിരെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുന്നത്? ആ സന്ദർഭത്തിൽ തൊലി ഇങ്ങോട്ട് മനുഷ്യനോട് സംസാരിക്കുകയാണ്, അല്ലദീ അന്തഖ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിക്കാൻ കഴിവുള്ള രാജാതിരാജനായ റബ്ബ് ഞങ്ങളെയും സംസാരിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാ പ്രിയപ്പെട്ടവരെ ഞാൻ സൂചിപ്പിക്കുന്നത്? ഇങ്ങനെ മൃഗം സംസാരിക്കുമോ? മനുഷ്യന് തിരിയാവുന്ന ഭാഷയിൽ, മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ജന്തു സംസാരിക്കുമോ എന്നും പറഞ്ഞു പരിഹസിക്കാൻ പോകണ്ട. അതും അതിലപ്പുറവും സംഭവിക്കുന്ന ലോകമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന നിലക്ക് തന്നെ മനുഷ്യരിൽ കാണുന്ന ഈ വൃത്തികേട് അവരെ ബോധ്യപ്പെടുത്തുന്ന ഖിയാമത്ത് നാളിനെ കുറിച്ച് ഇനിയും നിങ്ങൾക്ക് ബോധ്യമായില്ല അല്ലേ?
ഇനിയും ചിന്തിക്കാനായില്ലേ? അല്ലേ? റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ഇനിയും ദൃഢമായ വിശ്വാസം വന്നില്ല അല്ലേ എന്ന് ജനങ്ങളോട് പറയുന്നവര് മൃഗം, എന്ന് ജനങ്ങളോട് സംസാരിക്കുന്നവര് ജന്തു, ഒരത്ഭുതകരമായ ജന്തു അത് വരും, പുറപ്പെടും എന്ന് നബി തങ്ങൾ പറയുന്നു. പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി തന്നെ ദാബത്തം മിനൽ അർളി എന്നാണ് പറഞ്ഞത്. പിന്നെ എന്താ അതിന്റെ കോലം, എന്താ അതിന്റെ രൂപം, എവിടുന്നാ അതിന്റെ പുറപ്പാട് ഒക്കെ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരഭിപ്രായത്തിന് ഒരു വിലയില്ല, അതിനൊന്നും ആവശ്യമില്ല. അത് പ്രമാണങ്ങളിൽ വരാത്തിടത്തോളം അതിനെക്കുറിച്ചുള്ള മറ്റ് ചർച്ചകൾക്ക് ഇടമില്ല, നമുക്കതിനൊട്ട് അർഹതയുമില്ല. അതുകൊണ്ട് പ്രമാണങ്ങളിൽ എന്താണോ വന്നത് അതാണ് നമ്മൾ മനസ്സിരുത്തേണ്ടത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ നിലക്കുള്ള ഒരു അത്ഭുതകരമായ ജന്തുവിന്റെ രംഗപ്രവേശം കൂടി ലോകത്ത് സംഭവിക്കും. അതിനുശേഷമേ അന്ത്യനാൾ സംഭവിക്കൂ എന്നാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ലോകം നശിക്കാനുള്ളത് തന്നെയാണ്. ആ നാശത്തിന്റെ മുന്നോടിയായി പലതും നമ്മൾ ഇതുവരെ വിശദീകരിച്ച ഒട്ടേറെ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കാനുണ്ട്, എല്ലാം സംഭവിക്കാനുള്ളതാണ്. ആർക്കും അതിലൊരു സംശയവും വേണ്ട. റഹ്മാനായ നാഥൻ ആ നിലക്ക് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ചിലതെല്ലാം പരിശുദ്ധ ഖുർആനിലൂടെ, പലതും സഹീഹായ ഹദീസുകളിലൂടെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഈ യാഥാർത്ഥ്യം നാം ഉൾക്കൊള്ളേണ്ടത് എന്തിനു വേണ്ടിയാണ്? ഓരോരുത്തരും മരിക്കുന്നതിന്റെ മുമ്പേ, അവനവന്റെ നാശം നടക്കുന്നതിന്റെ മുമ്പേ ഈ ഒരു വലിയ സത്യം നമുക്ക് പറഞ്ഞു തന്ന നാഥൻ, ആ നാഥന്റെ കോർട്ടിലേക്ക് പോകേണ്ടവരാണ് നാം എല്ലാവരും. ആ ഒരു പ്രത്യേകമായ ബോധത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ പരമപരിശുദ്ധമാക്കി തീർക്കുവാൻ, നമ്മുടെ വിശ്വാസത്തിൽ മായം കലരാതിരിക്കുവാൻ, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ മഖ്ബൂലായ നിലക്കായി തീരാനും മർദൂദ് അഥവാ തള്ളപ്പെടുന്ന ഒരു ദുരന്തമില്ലാതിരിക്കുവാനുമുള്ള ഏറ്റവും വലിയ ശ്രമങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ രൂപത്തിൽ ഇസ്ലാമികമായ ഇത്തരം കാര്യങ്ങളെ നേർക്ക് നേരെ ശരിയായ അർത്ഥത്തിൽ തന്നെ വിലയിരുത്തുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. സർവശക്തനായ നാഥൻ സന്തോഷകരമായ ഈമാനോടുകൂടിയുള്ള ഒരു അന്ത്യം നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ വേദനകളിൽ നിന്ന്, അതുപോലെയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന്, കടക്കെണികളിൽ നിന്ന്, ദാരിദ്ര്യങ്ങളിൽ നിന്ന്, എല്ലാ രൂപത്തിലുള്ള വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാ വിധത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും റബ്ബ് നമുക്ക് എല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, മോക്ഷം നൽകുമാറാകട്ടെ. ഈമാനോടുകൂടിയുള്ള അന്ത്യം നമുക്ക് വിധിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.